new black diamond, Mr. Srijit. റൈറ്റ്, ഞാൻ 6 വർഷം മുമ്പാണ് ഒരു പ്രോഗ്രാമിൽ ഞാൻ ഈ ഒരു മെസ്സേജ് കണ്ടത്. അപ്പോൾ ആ ഫോട്ടോയിൽ ആ തവളയുടെ ഒരു ഫോട്ടോ കാണേണ്ടതായിരുന്നു. ഫോട്ടോ ഇപ്പോൾ കാണിക്കാൻ നിർത്തിയില്ല. ആ തവളയുടെ ആ ഡ്രമ്മിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചെറിയൊരു ചെമ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു തവള ഭയങ്കര രസമാണ്. അടിയിൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞേ ചെമ്പിലാണ് വെള്ളം. കൈയും കാലൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് അഹങ്കാരത്തിന് ഒരു കുറവില്ലാത്തൊരു തവളയെ പോലെയായിരുന്നു ഞാൻ. അടിയിൽ മുഴുവൻ പ്രശ്നങ്ങൾ. ദാറ്റ് മീൻസ് തവള എന്ത് ചെയ്തു? ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളൊക്കെ പറയാറുള്ളത് പോലെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ആ തവളയും നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് എന്താ പറയുക? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീജിത്ത് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. തവള എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? കുഴപ്പമില്ല. 5-6 വർഷം മുമ്പ് ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു 10-60 ലക്ഷം രൂപ കുഴപ്പത്തിൽ ഞാനായി. റൈറ്റ്, 6 വർഷം മുമ്പ് ഇനി ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും തവള ചത്ത് മലച്ചതുപോലെ ഞാനും ചുമരുമ പടാവും. മുല്ലപ്പൂ ഒറിജിനൽ മാല കിട്ടില്ല, പ്ലാസ്റ്റിക് മാല പോലും എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി ചുമരിന്റെ മുകളിൽ കിടക്കുമ്പോൾ. അപ്പം ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഈ അഡ്ജസ്റ്റ്മെന്റ് പരിപാടി വേണ്ട. ഞാൻ എൻ്റെ പ്രിയ മെന്റേഴ്സിനോട് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് മൈ ഫ്രം മൈ ഹാർട്ട്, ഐ ആം ഇൻ ട്രബിൾ. ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്. നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടണം. ഞാൻ ആദ്യമായി ചെയ്തത് ആ 2 വ്യക്തികൾക്ക് മുമ്പിൽ, ഒരു പക്ഷേ നമ്മളൊക്കെ ദൈവങ്ങൾക്കും അല്ലെങ്കിൽ ചില എന്താ പറയുക പ്രതിഷ്ഠകൾക്കൊക്കെ മുമ്പിൽ സമർപ്പിക്കുന്നത് പോലെ ഞാൻ ആ 2 വ്യക്തികളുടെ മുമ്പിൽ ആദ്യമായി അന്തസ്സായിട്ട് ഞാൻ അങ്ങ് തല കുനിച്ചു. നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ഈ തല കുനിച്ചതിൻ്റെ ഗുണം ഞാൻ പറയാം. തല കുനിക്കുമ്പോൾ ഞാൻ മനസ്സും ഒപ്പം കുനിച്ചു. അദ്ദേഹം ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും. അദ്ദേഹം എന്നോട് 100 മീറ്റർ ചാടാൻ പറയും, പക്ഷെ എന്നെ കൊണ്ടാവാറില്ല. ഞാൻ 10 മീറ്ററെങ്കിലും ഞാൻ ചാടാറുണ്ട്. പറയുന്നത് എന്തും ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. 6 വർഷം മുമ്പ് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ ഈഗോയെ ഞാനത് മാറ്റിവെച്ച് എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി, വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ആ തലയൊന്ന് കുലിക്കാൻ തയ്യാറായപ്പോൾ എനിക്കുണ്ടായ നേട്ടം എന്ന് പറയുന്നത് 6 വർഷം കഴിഞ്ഞപ്പോൾ, ഇന്ന് 6 വർഷം കംപ്ലീറ്റ് ആയി. 6 വർഷം കഴിഞ്ഞപ്പോൾ 60 ലക്ഷം രൂപ മൈനസിലുണ്ടായിരുന്ന ഈ പീസ് ഇന്ന് 60 ലക്ഷം രൂപയുടെ ബെൻസിലാണ് നടക്കുന്നത്. 6 വർഷം മുമ്പ് 6000 രൂപ പോലും മാസ വരുമാനമില്ലാത്ത ഈ പീസ് ഇപ്പൊ മാസം 6 ലക്ഷം രൂപയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എൻ്റെ ഭാര്യയുടെ പണ്ടും വീടിന്റെ ആധാരം പോയപ്പോ കണ്ട ആ മുഖപ്പ് കാണാനില്ലല്ലോ. മോദി കേരള സർവത്ര പ്രോഡക്ട്സ് ഉണ്ട്. കുരുട്ട് കുശുമ്പ് അസൂയ ഇതിനുള്ള പ്രോഡക്ട്സ് ഇല്ല. എന്നെ നന്നായിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കിട്ടും, ഇത് നിങ്ങൾക്ക് കിട്ടാനുള്ളതാണ്. ഇത് നിങ്ങൾക്കും കിട്ടും. പക്ഷേ ഈ പറയുന്ന നമ്മൾ ആ ഒരു സമർപ്പണം നമ്മൾ കാണിക്കണം. ഈ ബിസിനസ്സിൽ ആദ്യം വേണ്ടത് അതാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് നമ്മൾ ചില പാറകളുടെയൊക്കെ കഥ പറയാറുണ്ട് അല്ലേ? ഒരു ശില്പി പാറ ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ശില്പി ഒരു പാറയെ കൊത്തുന്ന സമയത്ത് ആ പാറ പറയുന്നു, എനിക്ക് നോവുന്നു, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ പ്ലാൻ പറയൂല, ഞാൻ ഇൻസൈഡ് ചെയ്യില്ല, ഞാൻ ആൾക്കാരെ കാണില്ല, ഞാൻ 60 PV ചെയ്യില്ല, ഞാൻ സ്റ്റേജിൽ വരില്ല, ഞാൻ മീറ്റിങ്ങിൽ വരില്ല, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കയ്യിൽ കാലോടില്ല, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യില്ല, ഞാൻ സൂം മീറ്റിൽ വീഡിയോ ഓൺ ആക്കൂല. റൈറ്റ്? ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലേ? റൈറ്റ്? അപ്പൊ ഇതേപോലെയാണ് ആ പാറ എന്ത് പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആശാരി എന്ത് ചെയ്തു? ആശാരി എന്ന നമ്മുടെ ജിഷാദ് സാർ, ദിനേശ് സാർ എന്ന് പറഞ്ഞു, താങ്കളാകുന്ന പാറ എവിടെ ഇരിക്കും, എനിക്ക് എന്തായാലും ഒരു 1000 ഡയമണ്ട്സിനെ വേണം, ഞാൻ അടുത്ത പാറയെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പുറത്തൊരു പാറ കിടക്കണ്ടായിരുന്നു. ആ പാറയുടെ പേരാണ് ശ്രീജിത്ത്. ഈ പാറയ്ക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. മേലെ ആകാശം, താഴെ ഭൂമി ഇല്ല, രണ്ടും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? അങ്ങോട്ട് നിന്ന് കൊടുത്തു. നിങ്ങൾ എന്നെ കൊത്ത്, കൊല്ല്, മാന്തിയെ, പിടിക്കുക, പറിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്തോ. ഞാനങ്ങ് നിന്നു കൊടുത്തു. കുറെ വേദനിക്കാൻ തുടങ്ങി. കുറച്ച് സമയത്ത് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശ്രീജിത്ത്
നിങ്ങളുടെ ഈ മുണ്ടും ഷർട്ടൊന്നും ശരിയാവില്ല, പാൻറ്റും ഇൻസൈഡൊക്കെ ചെയ്യണം. ശരി സാർ, ഞാൻ പാൻറ് ഇൻസൈഡ്, എൻ്റെ പ്രൊഫഷൻ ബേസിക് ചെണ്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശ്രീജിത്ത് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യണം. യെസ് സാർ. ശ്രീജിത്ത് പട്ടാമ്പിൽ പ്രോഗ്രാം ചെയ്യണം. യെസ് സാർ. എന്ത് പറഞ്ഞാലും യെസ് സാർ, യെസ് സാർ, യെസ് സാർ, യെസ് സാർ. നോട്ട് ദ പോയിന്റ്. ഈ പാറയുടെ കാര്യം വന്നെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ പാറ അങ്ങനെ എന്താ പറയാ, ഒരു രൂപം വരും അല്ലേ? ഒരു പാറയ്ക്ക് ഒരു രൂപം വരാൻ തുടങ്ങി അല്ലേ? ഈ പാറയ്ക്ക് രൂപം വരുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വിഗ്രഹം എന്നാ പറയാ, ഇവിടെ അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ ഈ പാറയ്ക്ക് ഒരു വിഗ്രഹത്തിന്റെ രൂപം വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോകാൻ നോക്കിയപ്പോൾ തുടങ്ങി, ദേ കിടക്കുന്ന ഒരു വിഗ്രഹം പൂവിടാൻ തുടങ്ങി, പാലിടാൻ തുടങ്ങി, 60 PV വരാൻ തുടങ്ങി, കാറ് വരാൻ തുടങ്ങി. ഗോവ, സിംഗപ്പൂർ, മലേഷ്യ, ബെൻസ്, കാറ്. ഹലോ, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാ. So this is my life experience and from my heart, my dear friends. ഈ ഇരിക്കുന്നവരെല്ലാവരും ഡയമണ്ട്സ് ആണ്, but we are ready to accept the pain. ഈ മാറ്റത്തിന് നമ്മൾ തയ്യാറാണ്. നമുക്ക് ഡയമണ്ട് ആവാനും നമുക്ക് സക്സസ് ആവാനും പുറത്തുനിന്നൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ ഉള്ളിൽ കുറെ വേണ്ടാത്ത കുറെ സാധനങ്ങളുണ്ട്, ഇതെടുത്ത് കളയണം. ആ പാറയ്ക്ക് ഒരു വിഗ്രഹത്തിന്റെ രൂപം കിട്ടിയത് പുറത്തുനിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മളിൽ കുറെ സാധനങ്ങളൊന്നും എടുത്ത് കളയാൻ നമ്മൾ തയ്യാറാണ്. ഇത് എടുത്ത് കളയാൻ തയ്യാറായാൽ within one year 1000 ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ മാറും. 100%. ഇതൊരു 1000 ഡയമണ്ട്സിലേക്ക് നമ്മൾ മാറാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു തുടക്കമാണ്. ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിരുന്നു, ഈ ഹോള് വിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് വിയർത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ യു ആർ എ ഡയമണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേർക്കണം. എന്തായാലും ദൈവാലയത്തിന് കുറച്ച് ചൂടൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവണം, വലിയ വിജയങ്ങൾ ഉണ്ടാവണം. ഇതൊരു തുടക്കമാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഫ്യൂ മിനിറ്റ്സ്. വിശക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം നിങ്ങളൊക്കെ കൂടുതൽ വിശപ്പിൻ്റെ അസുഖമുള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ആർ യു വിത്ത് മീ? എന്നെ വെറുതെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാമോ? എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, എന്നെ നന്നായിട്ട് കളിയാക്കാവോ? ആടെ മഹാഭാഗ്യമുള്ള എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു വളിഞ്ഞ കൈയടി, എന്നെ കളിയാക്കാൻ പറഞ്ഞപ്പോൾ ഒടുക്കത്തെ വികാരം. നിങ്ങൾ നല്ല ആൾക്കാരാണല്ലോ. ശരി, എന്നെ എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് ചെയ്യാം. നന്നായിട്ട്. ഓക്കെ, താങ്ക് യു മൈ ഡിയർ. ഈ ബിസിനസ്സിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയൊരു മെസ്സേജ് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ലിസൺ വെരി കെയർഫുള്ളി. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ മണ്ണിൽ ഒരു വിത്ത് കൊണ്ടിടും അല്ലേ? ഒരു വിത്ത് കൊണ്ടിടും. ഈ വിത്ത് ആദ്യം എങ്ങനെ വളരാം? എൻ്റെ നാട്ടിലൊക്കെ ഈ വിത്ത് ആദ്യം കീഴ്പ്പെട്ട വളരാം. അവിടെയൊക്കെ മേപ്പെട്ട എവിടേക്കാ വളരാ? ദാറ്റ് മീൻസ് ഈ സാധനം താഴത്തേക്ക് വളരണം എന്നുണ്ടെങ്കിൽ ആദ്യം ആര് തീരുമാനിക്കണം? വിത്ത് തീരുമാനിക്കണം. വിത്തിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങണം സെർച്ച് ചെയ്യാൻ. വിത്തിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങണം വേര് പോവാൻ. വിത്ത് വേണം അന്വേഷിക്കാൻ, വെള്ളം അന്വേഷിക്കാൻ. Am I right? ഈ വിത്ത് അന്വേഷിച്ച് വേരും മണ്ണൊക്കെ കണ്ടുപിടിക്കുന്നത് ആരെങ്കിലും കാണുമോ? എൻ്റെ മക്കൾ ആരെങ്കിലും കാണുമോ? 5-6 കൊല്ലം മുമ്പ് ഇതേപോലെ ഒരു വിത്തായിരുന്നു, വളർച്ച മുഴുവൻ കീഴ്പ്പെട്ടായിരുന്നു. ഇപ്പൊ ഒരു 2 കൊല്ലം മുമ്പ് ചെറുതായിട്ട് മേപ്പെട്ട് വളർന്നിട്ട് 2 കായും 2 പൂ കിട്ടും. ഒരു കായുടെ പേര് ബെൻസ്, ഒരു കായുടെ പേര് 6 ലക്ഷം. ഇനി തുടങ്ങണേ ഉള്ളൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, മേ ബി നിങ്ങൾ ബിസിനസ്സിൽ വന്നിട്ട് 1 മാസമാവും, 2 മാസമാവും, 6 വർഷമാവും, 1 വർഷമാവും, 2 വർഷം. ലീവ് ഇറ്റ്. നിങ്ങളുടെ വളർച്ച കീഴ്പ്പെട്ട് നടന്നിട്ടുണ്ടാവും. അതിനെടുത്ത് പൊന്തിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് അതിന് പൊന്തിച്ച് നോക്കരുത്. ലീവ് ഇറ്റ്. ഒരു 2-3 വർഷം നിങ്ങളൊന്ന് മാറ്റി വെക്കുക. പുറമേക്ക് വളരാൻ തുടങ്ങുമ്പോഴാണ് ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഇനി ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊക്കെ വലിയ കാരണന്മാരൊക്കെ പറയാറുള്ള ഒരു കാര്യം എന്താണ്? വളരും തോറും നമ്മുടെ വിനയം, നമ്മുടെ തല ഒന്ന് കുനിയണം. എന്തിനാണത്? നമുക്ക് കൂടുതൽ വളരാൻ. അത് വലിയൊരു പ്രശ്നമാണ്. ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എന്നോട് ഈ റീസെൻ്റിലൊക്കെ കുറേ ആൾക്കാരൊക്കെ പറയാറുണ്ട്, സാറേ നിങ്ങൾ വന്നു, പ്രശ്നങ്ങളൊക്കെ തീർന്നു, ബാധ്യതകളൊക്കെ തീർന്നു, ലക്ഷങ്ങളായി, കാറായി, ബെൻസായി, സാർ ഇപ്പോഴും നിങ്ങളിങ്ങനെ പട്ടിയെ പോലെ പണിയെടുക്കുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്ക് വന്നപ്പോൾ ദോശ തിന്നാനായിരുന്നു വിശപ്പ്, ദോശ തിന്ന് കഴിഞ്ഞു, ഇപ്പൊ ബിരിയാണി തിന്നാനാണ് വിശപ്പ്. നോട്ട് ദ പോയിന്റ്. പലപ്പോഴും നമ്മുടെ പ്രോബ്ലം എന്താണെന്നറിയോ? നമ്മളൊരു ലക്ഷ്യം വെച്ച് വരും, ഡയറക്ടർ ആവണം, കാർ വേണം, വീട് വേണം. കാർ ഉദ്യോഗസ്ഥനോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാർ എടുക്കുന്നത് ഒരിക്കലും അന്ത്യാഭിലാഷമാവരുത്, ആദ്യാഭിലാഷമാവണം. ലിസൺ വെരി കെയർഫുള്ളി. മോദി കേരളന്റെ ആദ്യത്തെ കാറായിരുന്നു മാരുതി സിയാസ്. 7 വർഷത്തെ ലോണ് 2.5 വർഷം കൊണ്ട് ക്ലോസ് ചെയ്തു. And the second Mercedes Benz, and third, fourth, fifth. ഈ ഇരിക്കുന്ന പീസിന്റെ വലിയൊരു ആഗ്രഹം. വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴും എന്നോട് പറയാറുണ്ട്, സ്വപ്നങ്ങളെ കുറിച്ച് വിളിച്ചു പറയാൻ ധൈര്യം തന്ന ഒരു പ്രസ്ഥാനമാണ് മോദി കെയർ.
സ്വപ്നങ്ങളെ കുറിച്ച് വിളിച്ചു പറയാൻ 5 കൊല്ലം മുമ്പ് ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങി, പൊട്ടനെ പോലെ വിളിച്ചു പറയാൻ തുടങ്ങി. എൻ്റെ നാട്ടില് അല്ലെങ്കിൽ എൻ്റെ ഉത്സവ പറമ്പുകള് ഒരു മെഴ്സിഡീസ് ബെൻസിൽ കൊട്ടാൻ ഇറങ്ങുന്ന ഒരു ചെണ്ടക്കാരനാവണം. മെഴ്സിഡീസ് ബെൻസ് എടുത്തിട്ടുണ്ട്, കൊട്ടാൻ ഇറങ്ങിയിട്ടില്ല. കൊട്ടാൻ ഇറങ്ങണം, കുറച്ച് പണിയുണ്ട്. 3-4 കൊല്ലമായിട്ട് ഇതൊന്നും ശരിയായിട്ടില്ല. പണി മുഴുവൻ മോദിക്കാറിലല്ലേ. 2-3 മാസം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഒരു മേളത്തിന്. ആ മേളത്തിന് ഞാൻ നിങ്ങളെ വിളിക്കും. നിങ്ങൾ വരുമോ? നിങ്ങൾ വരുമോ? വരുമോ? കൈ വീശി വരരുത്. കയ്യിൽ 10, 50, 100 രൂപ കയ്യിൽ വയ്ക്കുക. എൻ്റെ ചെണ്ടനെ പോലെ നമ്മൾ തുണി ഉണ്ടാവും, വൈറ്റുമ്പോൾ ഇങ്ങനെ കുത്തിയിടണം. അത് റെഡി? അവിടെ കൈയിടി പരിപാടി നടക്കില്ല, കാശ് കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് നമ്മൾ വിളിച്ചു പറയാൻ നമ്മൾ തയ്യാറാവണം. എന്താണ് നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് കുറെ ആളുകൾ പറയാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ തീരുമാനം നമ്മൾ പ്രഖ്യാപിക്കാത്തത്? റീസൺ ഇസ് വെരി സിമ്പിൾ. നമ്മൾ തീരുമാനം എടുത്തിട്ടില്ല. റൈറ്റ് സാർ? അല്ലെ? എന്തുകൊണ്ടാണ് ആളുകൾ തീരുമാനങ്ങൾ, സാർ എനിക്കൊരു മെഴ്സിഡീസ് ബെൻസ് വേണം എന്നെന്താണ് എല്ലാവർക്കും പറയാൻ പറ്റാത്തത്? നമ്മൾ ആ ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല. സോ നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചാൽ, ആ തീരുമാനം നമ്മൾ പുറക്കെ വിളിച്ചു പറയാൻ സാധിച്ചാൽ, അത് മുഴുവൻ സമ്മാനിക്കാവുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓൺലി മോദി കെയർ, മോദി കെയർ, മോദി കെയർ. സോ പ്ലീസ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് applause to our Samir Modi sir. And last but not least, last and final, a very special thanks to Vinodji. നമുക്ക് വലിയൊരു ഐ ഓപ്പണിംഗ് ആണ് തന്നിട്ടുള്ളത്, വലിയൊരു ഐ ഓപ്പണിംഗ്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പും കുറച്ച് ബെൻസ് എടുത്തതിന് ശേഷമൊക്കെ ഞാൻ പറയാറുണ്ട്, ഇനി എൻ്റെ അടുത്ത ഡ്രീം ഒരു നീല റോൾസ് റോയ്സിൽ പോയി കൊട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നീല റോൾസ് റോയ്സ്, നീല വിട്ടത്തിലെ കളിയിലെ. അപ്പോൾ റോൾസ് റോയ്സിൽ പോകണം. അപ്പോൾ റോൾസ് റോയ്സ് കുറച്ച് ദൂരെയാണ്, കുറച്ചും കൂടി ഒക്കെ ഒരു വലിയൊരു ഡ്രീമാണെന്ന് അറിയാവുന്നത് കൊണ്ട് എത്രത്തോളം സമയം എടുക്കുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ബട്ട് റൈറ്റ് നൗ, ഇന്നത്തെ വിനോജിയുടെ കണക്കോട് കൂടി ആ റോൾസ് റോയ്സ് മിക്കവാറും അധികം താമസിയാതെ തന്നെ നമ്മുടെ കയ്യിൽ വരും. കാരണം കളി തുടങ്ങിയിട്ടുള്ളൂ. So the industry is very powerful. Industry is very powerful. Company is very powerful. Leaders are very powerful. But the problem is me and you. നമ്മളാണ് ഇവിടുത്തെ പ്രോബ്ലം. എന്നോട് എപ്പോഴും പറയാറുണ്ട്, സാർ ഞാൻ പറഞ്ഞിട്ട് ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല, സാർ ഞാൻ പറഞ്ഞിട്ട് ആളുകൾ മോട്ടിവേറ്റഡ് ആവുന്നില്ല, സാർ ഞാൻ പറഞ്ഞിട്ട് ആളുകൾക്ക് കേൾക്കുന്നില്ല, സാർ ഞാൻ പറഞ്ഞിട്ട് ആളുകൾക്ക് വിശ്വാസം വരുന്നില്ല, സാർ ഞാൻ പറഞ്ഞിട്ട് ആളുകൾ തീരുമാനമെടുക്കുന്നില്ല. Am I right, sir? കേൾക്കാനില്ല? Am I right, sir? Am I right, sir? സാർ ഈ ഞാൻ പറഞ്ഞത് ഞാനേ കേൾക്കാറില്ല. Am I right, sir? സാർ ഈ ഞാൻ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മളെ കേൾക്കുന്നില്ല. എത്ര കാലമായി നേരം വെച്ചാൽ 5 മണിക്ക് നീ കിടന്ന് ആഗ്രഹിക്കുന്നു? നടന്നിട്ടുണ്ടോ? എത്ര കാലമായിട്ട് നടന്നിട്ടുണ്ടോ? എത്ര കാലമായി കുറച്ച് കാലമെങ്കിലും വെജിറ്റേറിയൻ ആവണമെന്ന് ആഗ്രഹിക്കുന്നു? നടന്നിട്ടുണ്ടോ? ദാറ്റ് മീൻസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ലിസൺ വെരി കെയർഫുള്ളി. നമ്മളിലില്ലാത്തൊരു സാധനം നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല, പറ്റില്ല. എനിക്കെന്തായാലും 10 ലക്ഷം കിട്ടുന്ന ഉറപ്പാണ്, അത് ഉറപ്പായി. നിങ്ങൾക്ക് വേണമെങ്കിൽ വേർക്കാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മളിലില്ലാത്ത സാധനം നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. Am I right? Am I right? 6 വർഷം മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഏത് മറ്റൊരാൾക്ക് ഈ വിശ്വാസം കൊടുക്കാൻ. എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഒരു ആത്മധൈര്യം കൊടുക്കാൻ. എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല സ്വപ്നം കൊടുക്കാൻ. അവിടെയാണ് ഞാൻ തീരുമാനിച്ചത്, എൻ്റെ കയ്യിലില്ലാത്ത സാധനം ഞാൻ അപ്പുറത്തങ്ങന്ന് വാങ്ങിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യും. നമ്മുടെ പ്രോബ്ലം എന്താണെന്നറിയോ? നമ്മുടെ കയ്യിലിട്ട മുതലുമില്ല, മറ്റവൻ്റെ അടുത്തിട്ട് വാങ്ങിക്കൂല. ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യപ്പാ. ദിസ് ഈസ് അവർ പ്രോബ്ലം. നമ്മുടെ കയ്യിൽ മുതലുമില്ല, അപ്പുറത്തെ അടുത്തോട്ട് വാങ്ങിക്കൂല. ഇത് വാങ്ങിക്കാൻ നമ്മൾ പഠിക്കണം. കാരണം ഇതുപോലെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ലീഡേഴ്സിനെ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി, ഒരു കമ്പനി, വേറെ ടീം വേറെ എവിടെയും കിട്ടില്ല, എവിടെയും കിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് തരുന്ന ലീഡേഴ്സാണ് നമ്മുടെ കൂടുതൽ. ഇന്ന് ചോദിച്ചു നോക്കണം അവരോട്. കിട്ടില്ല. അപ്രിഷ്യേറ്റ് ചെയ്യാം, നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും. പോരാ, ഇത് അവർക്കുള്ളതാണ്, നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വളരെ സാധാരണ വീട്ടിൽ നിന്ന് വന്ന 2 ചെറുപ്പക്കാർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല സ്വപ്നങ്ങളും നേടി നിർത്തിയിട്ടില്ല. മുന്നേ ഉറക്കൊഴിച്ചതിനേക്കാൾ കൂടുതൽ ഇന്നും ഉറക്കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തരാൻ വേണ്ടി ഇപ്പോഴും സദ്യ അന്വേഷിച്ച് നടക്കുകയാണ്, വിഭവങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹവുമായിട്ട് പേഴ്സണലി സംസാരിക്കുമ്പോൾ, എൻ്റെ പ്രിയ മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ ചോദിച്ചു, അവരോട് ഞാൻ പേഴ്സണലി ചോദിച്ചു, എൻ്റെ ചേട്ടന്മാർ നിങ്ങൾക്ക് ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ മതിയാവാത്തെന്ന് ചോദിച്ചു. അത് ന്യായമായൊരു ചോദ്യമല്ലേ? ആണോ? നിങ്ങൾക്ക് എന്താ മതിയാവാത്തെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇത്രയും തന്നത് ഇതുപോലുള്ളവരാ. അവരത് തന്നത് നാളെ അവർക്ക് കിട്ടുമെന്ന പ്രതീക്ഷ. അവർക്കത്
അവർക്കത് കൊടുക്കാൻ പറ്റുന്നിടത്തോളം കാലം അത് കൊടുത്തിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ എന്നാ പറഞ്ഞു. This is attitude. And start the new mission. 1000 diamonds. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1000 ഡയമണ്ട്സ്. അപ്പൊ ഈ 1000 ഡയമണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പൊ തന്നെ ആകെ കുറച്ച് ഡയമണ്ട്സ് ഉള്ളപ്പോൾ ഇവർക്ക് ഇത്രയും കാശുണ്ട്. അപ്പൊ 1000 ഡയമണ്ട്സ് ഉണ്ടാകുമ്പോൾ ഇവർക്ക് എത്ര കാശ് കിട്ടും? അങ്ങനെ ഞാൻ ഡയമണ്ട് ആയിട്ട് നിങ്ങളിപ്പോ കാശ് ഉണ്ടാക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്. ആ സാധനമുള്ളവർക്ക് ഈ ബിസിനസ് നടക്കില്ല. കാരണം എൻ്റെ ആഗ്രഹം ഇതാണ്, ഈ ഇരിക്കുന്ന 1000 പേരും ഡയമണ്ട് ആവണം. ഈ ഇരിക്കുന്ന 1000 പേർക്ക് മാസം 1 ലക്ഷം രൂപ മിനിമം വരുമാനം വേണം. ഈ ഇരിക്കുന്ന 1000 പേർക്ക് 2, 3, 5, 10 ഒക്കെ വേണം. അങ്ങനെ എനിക്ക് മാസം 1 കോടി വേണം. സാർ, ഞാൻ കൊടുത്തതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ? ആണോ? അല്ലേ? ഞാൻ നിങ്ങൾക്കും തന്നു, എനിക്കും തന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എടുക്കാവുന്ന വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. സോ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരുപാട് വിഭവസമൃദ്ധമായ ബിരിയാണിയുടെ കാര്യമല്ല, ട്രെയിനിങ്ങിന്റെ കാര്യം, ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇനിയും കിട്ടാറുണ്ട്. സോ ഈ ഹോൾ വിട്ട് പോകുമ്പോൾ ഇന്ന് നമ്മളിവിടെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭക്ഷണമൊക്കെ കിട്ടും. ഇതിനെല്ലാം ആഴ്ച 2, 3, 4 മണിക്കൂറേ ഉള്ളൂ. ഈ ഹോൾ വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറ്റ സാധനമേ ഉണ്ടാവാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഓൺലി വൺ ഡിസിഷൻ. ഇവിടുന്ന് പോകുമ്പോൾ ഒരു സാധനം എടുത്തിട്ട് പോകണം. അടുത്ത ഇതുപോലെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആ പൊട്ടൻ ചെണ്ടക്കാരൻ സംസാരിച്ച പോലെ ഞാനും ഇവിടെ സംസാരിക്കും. അപ്രീഷിയേറ്റ് ചെയ്യാം. അവിടെ പുറത്ത് കുറെ കാറുകൾ കിടക്കുന്നുണ്ട്, ഇല്ലേ? പുറത്ത് കുറെ കാറുകൾ കിടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല കാറാണ് നീലക്കാറാണ്, അത് വേറെ കാര്യം. അതിന്റെ അപ്പുറത്തൊരു വെള്ളക്കാരുണ്ട്, അതും പോരാ. ബെൻസ് അടിപൊളിയാണ്. ഹലോ, അപ്രീഷിയേറ്റ് ചെയ്യും. എന്റെ ബെൻസിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഓക്കെ, ലിസൺ വെരി കെയർഫുള്ളി. അടുത്ത 2 വർഷമോ അല്ലെങ്കിൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച് 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇതേപോലെ സ്യൂട്ടിട്ട് ഇതുപോലൊരു ലക്ഷറി കാറിൽ ഞാനും വന്നിറങ്ങും. ടേക്ക് എ ഡിസിഷൻ. കാരണം ഈ ഹോൾ വിട്ട് പോകുമ്പോൾ ആ തീരുമാനം മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കാലാകാലം ഉണ്ടാവും. കാരണം കഴിച്ചത് ഇവിടെയാണ്, കുറച്ച് കഴിഞ്ഞാൽ പോവും. റൈറ്റ്, കേട്ടത് ഇവിടെയാണ്, കുറച്ച് കഴിഞ്ഞാൽ പോവും. പക്ഷെ എടുത്തതുണ്ടല്ലോ, അത് ചത്താലും പോവില്ല. സോ ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. അതെടുക്കണം. ആ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടേതാണ്, ഇതുപോലുള്ള പ്രോഗ്രാം നമ്മുടേതാണ്. സോ തീർച്ചയായിട്ടും എല്ലാവർക്കും വലിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ, എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഈ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ആരോഗ്യ, സൗഖ്യ, സമ്പൽ, സമൃദ്ധി, ഐശ്വര്യ, സന്തോഷ, സമാധാന, സംതൃപ്തിയുടെ നല്ല നാളുകൾ എന്നും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് Thank you for this wonderful speech. Please give a big round of applause to Mr. Srijit for this beautiful session.